കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ UAE സന്ദർശനവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണത്തിന് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും അദ്ദേഹം 1.5 ലക്ഷത്തോളം രൂപ മുടക്കി പ്രഭാത ഭക്ഷണം കഴിച്ചുവെന്നും അതിൽ ബീഫ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുമായിരുന്നു വ്യാജ പ്രചരണം നടന്നത്. ഹിൽട്ടൺ ഹോട്ടലിൽ 1500 പൗണ്ടിന്റെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം ട്വിറ്ററിലൂടെ വ്യാപകമായി പ്രചരിച്ചത്. രാഹുലിനൊപ്പം വ്യവസായി MA യൂസഫ് അലി, കോൺഗ്രസ് ഉപദേഷ്ടാവ് സാം പിട്രോഡ, ജെംസ് എഡ്യൂക്കേഷൻ ഉടമ സണ്ണി വർക്കി എന്നിവർക്കൊപ്പം രാഹുൽ ഗാന്ധി ഭക്ഷണം കഴിക്കുന്ന ചിത്രമാണ് പ്രചരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചിത്രം ഷെയർ ചെയ്തത്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ പലരും കമന്റ് ചെയ്യുകയും ചെയ്തു. പാവപ്പെട്ടവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ 1500 പൗണ്ടിന്റെ പ്രഭാത ഭക്ഷണം കഴിച്ച ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺഗ്രസ് അധ്യക്ഷൻ എന്ന അടിക്കുറിപ്പോടെ സംഘപരിവാർ അനുകൂല ഫേസ്ബുക്ക് പേജുകളിൽ നിന്ന് ഈ ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇത് പ്രചരിപ്പിച്ച സംഘപരിവാർകാർ ഒന്നറിഞ്ഞില്ല, UAE പൗണ്ട് അല്ല ദിർഹമാണ് എന്നത്. അതോടൊപ്പം തന്നെ സ്ഥിരീകരണവും വന്നു. സംഘപരിവാറുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 1500 പൗണ്ട് മുടക്കിയല്ല, മറിച്ച് രാഹുൽ ഗാന്ധി ജെംസ് എഡ്യൂക്കേഷൻ ഉടമ സണ്ണി വർക്കിയുടെ വസതിയിൽ നിന്നാണ് പ്രഭാത ഭക്ഷണം കഴിച്ചതെന്ന്. എന്നിട്ടും വെറുതെ വിട്ടില്ല. പിന്നീടുള്ള തർക്കം രാഹുലിന്റെ മുന്നിലിരുന്ന വിഭവം ബീഫ് ആയിരുന്നു എന്നാണ്. UAE മുസ്ലിം രാജ്യം ആയതിനാൽ അത് പോർക്കാകാൻ സാധ്യതയില്ല. അപ്പോൾ സംഘപരിവാറുകാർ ഉറപ്പിച്ചു അത് ബീഫ് തന്നെയെന്ന്. എന്നാൽ അത് ടർക്കി കോഴിയുടെ മാംസമാണെന്ന് സ്ഥിരീകരണം വന്നതോടെ സംഘപരിവാറുകാർ കെട്ടിപ്പൊക്കിയ വ്യാജ പ്രചരണം പൊളിഞ്ഞു വീണു.